ഹലോ സുനിത ടീച്ചറെ, ഓ നല്ലൊരു അവധി ദിവസം ഈ HM എന്നോട് കാണിച്ച പണി അറിഞ്ഞോ? ഓ നമ്മുടെ സ്കൂളിന്റെ ഈ ബെഞ്ചിന്റെയും ഡെസ്കിന്റെയും ഈ ഡെസ്കിന്റെയും ബെഞ്ചിന്റെയും പണിയില്ലേ, അത് ചെയ്യാനായിട്ടൊരു മേസ്ത്രി ഇന്നിങ്ങോട്ട് വരും. അതുകൊണ്ട് സഹായിക്കാൻ ഞാനിവിടെ വേണമെന്ന്. ഓ ഒന്നും പറയണ്ട, എന്റെ ഒരു അവധി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ടീച്ചർ സുഖമായിട്ടിരിക്കില്ലേ വീട്ടില്? ഇരുന്നായിരുന്നോ? കുഴപ്പമൊന്നുമില്ല കേട്ടോ. നാളെ ഉടുത്തിറങ്ങി വന്നാൽ മതിയല്ലോ. എന്റെ ഒരു അവസ്ഥ. ടീച്ചറെ രാജേന്ദ്രൻ, രാധിക, ഞാൻ ഇതെന്താ ഇവിടെ ഇങ്ങനെ? അയ്യോ, ഇത് നേരത്തെ ഇവിടെ തന്നെ ആണല്ലോ. അതല്ല, ഇതെന്താ ഇവിടെ ഈ സ്കൂളിൽ ഡെസ്കിന്റെയും ബെഞ്ചിന്റെ കാലൊടിച്ച് കിടക്കുന്നു പറഞ്ഞു. അങ്ങനെ നന്നാക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഓർമ്മയുണ്ടോ നിനക്ക്? പഠിക്കുന്ന സമയത്ത് നീ ക്ലാസ്സിലെ ഫസ്റ്റ് ആയിരുന്നു. പക്ഷേ നീ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആവുമെന്നാ ഞാൻ വിചാരിച്ചത്. അയ്യോ, അത് അങ്ങനല്ലല്ലോ പറയുന്നത്. പിന്നെ നീ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവുന്ന അങ്ങനെയാണല്ലോ എമ്മത്തുപ്പുറത്ത് പറയുന്നത്. എടാ പിന്നെ നിന്റെ അമ്മ ഇപ്പോഴുണ്ടോ? അമ്മ വീട്ടിലുണ്ട്, പ്രായമായി ഇങ്ങനെ നടക്കണേ. എടാ അങ്ങനെയാണെങ്കിലേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീ ഈ പണിക്കൊക്കെ പോകുമ്പോ നിന്റെ അമ്മ ആര് നോക്കൂടാ? അമ്മ മാമനുണ്ട്. അതൊരു ഭാഗ്യമോ കേട്ടോ. പക്ഷെ ഇപ്പൊ ഞാൻ അടിച്ച് വെളിയിൽ കളഞ്ഞിരിക്കുക. അതെന്ത് സ്വഭാവ ദൂഷ്യം? സ്ത്രീ വിഷയം, മാമന് സ്ത്രീ വിഷയം. അയ്യോ, വേറൊന്നുമല്ലെന്ന്. സ്ത്രീകളുടെ ശബ്ദം സദാസമയം കേട്ടോണ്ടിരിക്കണം. എപ്പോഴും പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ടോണ്ടിരിക്കണം. അങ്ങനെ ഞാൻ അടിച്ച് വെളിയിൽ കളഞ്ഞു. ഇപ്പൊ നമ്മുടെ അവിടുത്തെ ജംഗ്ഷനിലെ ഏതോ ഒരു പെട്രോൾ പമ്പിലെങ്ങാണ്ട് ജോലിക്ക് കിടന്ന് കേട്ടു. ഓ, അവിടെ വരുന്ന സ്ത്രീകളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിട്ടായിരിക്കും. അല്ല, എന്നാ പിന്നെ അവിടെ നിൽക്കുന്ന സ്ത്രീകളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി? അതിനുമല്ല. പിന്നെ ഈ പെട്രോൾ അടിക്കുന്ന മെഷീൻ ഇല്ലേ, അതിനകത്ത് പെട്രോൾ അടിക്കുമ്പോ പെട്രോൾ 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 അങ്ങനെ കേൾക്കത്തില്ലേ? ഡീസൽ ഡീസൽ അങ്ങനെ കേൾക്കൂലേ? അത് കേൾക്കുമ്പോ അവനൊരു കിരികിരിപ്പ് അതിലിരിക്കുക. രാജേന്ദ്ര, നീ പണ്ട് എന്തൊക്കെ കുരുത്തക്കേടുകളെ കാണിച്ചു കൂട്ടിയെന്ന് ഓർമ്മയുണ്ടോ? നമ്മളിവിടെ പഠിക്കുന്ന സമയത്ത് ചില്ലറയൊന്നും എന്താ നീ കാണിച്ചത്? എന്റെ വീട്ടിന്റെ മതിലിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ആ ഗേറ്റിന്റെ സൈഡിൽ നീ ഒരു എഴുതി വെച്ച് എന്താണെന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? പിതാവുണ്ടോന്ന് നീ എഴുതി വെച്ച് ഓർമ്മയുണ്ടോ നിനക്ക്? അതെന്താണെന്നറിയാമോ പിതാവുണ്ടോന്ന് എഴുതി വെച്ചത്? നിന്റെ ആരാണ്ട് ആ മതിലിന്റെ അപ്പുറ സൈഡിൽ മാതാവില്ലാന്ന് എഴുതി വെച്ചു. അപ്പൊ ഞാനൊരു അപ്പൊ പിതാവുണ്ടോന്ന് എഴുതി വെച്ചു. അത് എന്റെ വീടിന്റെ പേരായിരുന്നു, മാതാവില്ല. ഇത് വല്ലോ ഞാൻ അറിയുന്നു. അങ്ങനെ തോറ്റരാ ഞാൻ. പിന്നെ നീ പണി ചെയ്യുന്നത് കൊള്ളാം. പക്ഷേ കാശ് നീ ചോദിച്ച് വാങ്ങിക്കോണം. കാരണം 6 പിശുക്കന നമ്മുടെ HM. എന്നെ വിളിച്ച പുള്ളിയോ? അതും രാജേന്ദ്രനോട് പണി ചെയ്ത് പൈസ മേടിക്കാതെ ഞാൻ ഇവിടുന്ന് പോവാൻ. നീ എങ്ങനെ വാങ്ങിക്കുമെന്നാണ് ഈ പറയണത്? എന്റെ പൊന്ന് രാധികയെ, നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് പണിയാനായിട്ട് അകത്തെ പണിയെല്ലാം ഏൽപ്പിച്ചെന്നെ. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് എല്ലാം വൃത്തിയായിട്ട് ഞാൻ പണി കൊടുത്തു. ഈടാ ഇതിന്റെ മുതലാളി ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി ഇവൻ പൈസ തരുന്നില്ല. ഒരു ദിവസം രാമാനം കട അടയ്ക്കുന്നതിന് മുമ്പ് 9:30 ആയപ്പോ കടയ്ക്ക് അകത്തോളം കയറുക രാമേന്ദ്രൻ. എന്നിട്ട് അവിടെ കിടന്നൊരു ഒരു ചാക്കിങ് എടുത്ത് നോക്കിയപ്പോ മൊത്തം പച്ചക്കറി ഇരിക്കുന്നത്. ആ ചാക്കിനകത്ത് കുറെ തക്കാളി, കുറെ വെണ്ടയ്ക്ക, കുറെ ക്യാബേജ്, കുറെ സവാള എല്ലാം എടുത്തിട്ട് ചാക്ക് അങ്ങ് നിറച്ച്. ചാക്ക് നിറച്ചിങ്ങനെ തിരിഞ്ഞു നോക്കിയോ കാണാം കൂർക്ക ഇരിക്കുന്നത്. നല്ലതല്ലേ? കൂർക്ക പോർക്കിലിട്ട് വറക്കാല്ലോ. നീ നേപ്പാളിൽ നിന്ന് വന്ന കൂർക്ക ഞാനിനി പോർക്കിനകത്തിട്ട് വരട്ട. എടി അവൻ കത്തിയായിട്ടിരിക്കണെന്ന്. പിന്നെ പച്ചക്കറി അവന്റെ മുന്നിൽ എറിഞ്ഞിട്ട് ഞാൻ പൈസ എടുത്തോണ്ട് കൊടുക്കും. അപ്പൊ ഗൂർക്ക പോലീസ് ആയിരുന്നാ? അതെ. ഞാൻ വേറെ കേസ് ചോദിക്കട്ടെ, രാധിക എന്താ ഇവിടെ? ഞാൻ അധ്യാപക വൃത്തി ചെയ്യുന്നു. അത് ശരി. ഒരു അധ്യാപകനെ വൃത്തിയാക്കിയാൽ എന്തോ പൈസ കിട്ടും? എങ്ങനെ അതിന്റെ? അതല്ല, ഞാൻ ഈ സ്കൂളിൽ പഠിപ്പിക്കുകയാണെന്ന്. ആണോ? ഞാനതല്ലേ അയച്ചോ. പഠിക്കുന്ന സമയത്ത് വൃത്തിയും മെനയില്ലാത്ത നീ അങ്ങനെ അധ്യാപക വൃത്തി എന്ന് പറഞ്ഞ അങ്ങനെ അയാൾ വന്നാ പിന്നെ പരാതി ഇവിടെ നിൽക്കാൻ പറ്റൂ? അല്ല, ഇയാൾ ഇന്നലെ വരാം, മിനിഞ്ഞാന്ന് വരാം, കഴിഞ്ഞ ആഴ്ച വരാന്ന് പറഞ്ഞു. 1 മാസമായിട്ട് എന്നെ പറ്റിച്ചോണ്ടിരിക്കുക. അല്ലല്ലേ, എനിക്ക് വേറെ പണിത്തിരക്കുണ്ട്. നിങ്ങളുടെ ഇവിടുത്തെ പണി മാത്രമല്ല എന്റെ ഇരിക്കണേ. എടോ, ഞാൻ വെറുതെ അല്ലേ ചക്കച്ചോളല്ല തരുന്നത്, കാശ് അങ്ങോട്ട് എണ്ണി തരുന്നത്. കാശ് അങ്ങനെ എണ്ണിച്ചേരുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ പണിതിട്ടല്ല, ചുമ്മാ അങ്ങോട്ട് ഫ്രീ ആയിട്ട് തരുമെന്നില്ല. ഒരു സാറിന്റെ മുമ്പിൽ എന്തോ ഇപ്പൊ കാണിച്ചെന്നറിയാലോ? എന്തോ കാണിച്ചു? വൃത്തിയുടെ കാണിച്ചത്. പണി ചെയ്യാൻ വന്നാ പണി ചെയ്യണം. ഒരു കാര്യം ചെയ്യും, വേറെ ആരെയും വിളിച്ച് പണി. അല്ല പിന്നെ അല്ല അങ്ങനല്ല. ഞാൻ കാര്യം പറഞ്ഞല്ലേ, 1 മാസമായിട്ട് വലിപ്പിച്ചല്ല കാര്യം പറഞ്ഞ. രാമേന്ദ്ര മേശിനെ ഈ ഓടിപ്പിച്ച പിന്നെ ഇവിടെ നിങ്ങൾ ആരെയോ അച്ഛാ പോകല്ലേ.
രാമങ്കരിന്ന് മീനാക്ഷി പറഞ്ഞിട്ട് വന്നാണ്. അല്ല കൊല്ലത്തുനിന്ന് ദാക്ഷായണി പറഞ്ഞിട്ട് എങ്ങാനും വന്നാണ്. അതൊന്നുമല്ല. എന്താ പിന്നെന്തിനാ മോനെ ഞാൻ പോയപ്പോ അച്ഛൻ പോകരുതെന്ന് പറഞ്ഞത്? അച്ഛൻ പോരെന്നല്ല പറഞ്ഞത്, തച്ച പോകല്ലേ എന്നല്ല പറഞ്ഞേ. അങ്ങനെയാണ് പറഞ്ഞേ. ഞാനും അതല്ലേ ഞാൻ ആലോചിച്ച നസീർ സംക്രാന്തിയുടെ പ്രായമുള്ള ഒരു മോൻ അങ്ങനെ ഇരിക്കണ്ട. സാറേ ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. രാജേന്ദ്രൻ. എടാ നിനക്ക് മനസ്സിലായില്ലേ? എടാ നമ്മുടെ ക്ലാസ് ടീച്ചറായിരുന്ന അപ്പുമാഷ്. നമ്മളെ എന്ത് പഠിപ്പിച്ചേ? അപ്പുമാഷ് സ്കൂളിൽ നമുക്ക് 6ാം ക്ലാസ്സിൽ അത് തന്നെ സാറ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല എനിക്ക് ടീച്ചറെ പഠിപ്പിച്ച എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഇതങ്ങോട്ട് എനിക്ക് ഓർമ്മ കിട്ടില്ല. അയ്യോ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സാറിന് ഓർമ്മ കിട്ടാൻ ഒന്നുകൂടെ. പക്ഷെ ഞാൻ ഒരുമാതിരി പഠിപ്പിച്ച പിള്ളേരെയൊക്കെ എനിക്ക് നല്ല ഓർമ്മയാ, പക്ഷെ തന്നെ അങ്ങോട്ട് എനിക്ക് പിടികിട്ടുന്നില്ല. അത് വിട്ടല്ല എന്നെ മനസ്സിലാകാത്തവരടുത്ത് ഇനി ഞാൻ നിൽക്കുന്നതിൽ അർത്ഥമില്ല. അല്ലല്ല അത് എനിക്ക് മനസ്സിലായില്ല. അല്ല അതിന്റെ അല്ല സാറേ, നമ്മള് മനസ്സിലാവാത്തവരടുത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അല്ലല്ല കുഴപ്പമില്ല. രാജേന്ദ്രൻ ഞാൻ ഇങ്ങനെ എല്ലാത്തിനും പെടലല്ല രാജേന്ദ്രൻ. മനസ്സിലാകാത്തടത്ത് നിന്നിട്ട് കാര്യമില്ല. ഞാൻ ഇവിടെ താനീ പണി നിർത്താതെ ഇവിടെ സ്കൂളിൽ ഒരുപാട് പണിയുണ്ട് രാജേന്ദ്രോ. സാറേ സാറിന് മനസ്സിലാവിഞ്ഞിട്ടാ എന്ത് പിന്നെ പറഞ്ഞു സാറേ? ഇത് രാജേന്ദ്രൻ. ഞാൻ പറഞ്ഞു സാറിന്റെ ഇരട്ടപ്പേര് പച്ചില കൊണ്ട് ബാത്റൂമിന്റെ സൈഡിൽ എഴുതി വെച്ചപ്പോ സാറ് ഉച്ചയ്ക്ക് ഇറക്കി വിട്ട് അടി കൊടുത്തില്ലേ? അല്ല അത് വേറൊരു പയ്യനല്ലായിരുന്നോ? ഫുട്ബോളിൽ നിന്ന് വരുന്നൊരു പയ്യൻ. ഇല്ലില്ല ഇവനല്ല സാറേ. ഞാൻ പറഞ്ഞുതരാം സാറ്. ഒരു ദിവസം ക്ലാസ്സിൽ ഒന്നും പഠിക്കാതെ മലയാളവും പഠിക്കില്ല ഇംഗ്ലീഷും പഠിക്കാതെ ഇരുന്നിട്ടേ സാറ് ഡെസ്കിന്റെ മുകളിൽ ഇങ്ങനെ കുനിച്ച് നിർത്തി ചന്തിക്ക് അടി കൊടുത്ത. അല്ല ടീച്ചറെ എനിക്കറിയാം എന്നെ പഠിപ്പിച്ച രാജേന്ദ്ര, കൊച്ചു രാജേന്ദ്ര, ഞാൻ പഠിപ്പിച്ച എന്റെ കൊച്ചു രാജേന്ദ്ര. ഞങ്ങൾ ഒന്നിച്ച് പഠിപ്പിച്ചതാ. ഓനെ നിന്നെ കണ്ടിട്ട് കുറെ കാലമായല്ലോ. അത് ഞാൻ ഈ പണിത്തിരക്കും പണിക്ക് വന്നാ പണിയണം. എന്റെ കൊച്ചു രാജേന്ദ്ര, എന്തോരം തല്ലാടാ ഞാൻ നിനക്ക് തന്നിട്ടുള്ളത്. ഒന്ന് മനസ്സിലാക്കണം നീ. അല്ല കുഴപ്പമില്ല സാർ. ഇവിടെ ഉത്തരവാദിത്തത്തോടെ ഒരു പണിക്ക് വരുമ്പോ നീ മീശ വെച്ചങ്ങ് വളർന്നു പോയി, അതുകൊണ്ട് എനിക്ക് നിന്നെ മനസ്സിലായില്ല. എന്റെ കൊച്ചു രാജേന്ദ്ര, ഞാൻ പഠിപ്പിച്ച എല്ലാവരും വലിയ നിലയിലേക്ക് എത്തി. പണിയണം മര്യാദക്ക് ഇവിടെ നിന്ന് പണിഞ്ഞാൽ നിനക്ക് കൊള്ളാം. നിന്നെ എത്രയോ പ്രാവശ്യം ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് ഓർമ്മയുണ്ടോ? സാറിപ്പോ പിടികിട്ടിയോ? പിടികിട്ടി, ആളെ പിടികിട്ടി. ഇനിയിപ്പോ അതിട്ട് അടിക്കണ്ട വിട്ടേ. കൊച്ചു രാജേന്ദ്ര, എത്രയോ പ്രാവശ്യം ഞാൻ നിന്റെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. അതെ എന്നറിയാം, എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. ആദ്യമായിട്ട് സാർ എന്നെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുന്നത് ഈ സാറിന്റെ ഇരിക്കുന്ന ആ റൂമിൽ, സ്റ്റാഫ് റൂമിന്റെ തൊട്ടുപുറത്ത് ആ ചുവരിനകത്ത് ഞാൻ ഹേമമാലിനി എന്ന് എഴുതി വെച്ചാൽ ആ സാറിനെ ആദ്യമായിട്ട് പുറത്ത്. അങ്ങനെ വെറുതെ പുറത്താക്കിയതല്ല, നീ എന്തുകൊണ്ടാ എഴുതി വെച്ചത്? ഞാൻ മൂത്രം കൊണ്ടാ എഴുതി വെച്ചത്. മൂത്രം കൊണ്ടാ നീ എഴുതി വെച്ച്, അതിനെല്ലാം നിന്നെ പുറത്താക്കിയത്? അതെ അതെ അതെ. നിന്റെ കൂട്ടുകാരൻ സുഭാഷ്, അവനെയും ഈ ഒരു കേസിനാണ് ഞാൻ പുറത്താക്കിയത്. പക്ഷെ അവനെ ഹേമമാലിനി എന്ന് എഴുതിയതിന്റെ പേരിലല്ല പുറത്താക്കിയത്, പിന്നെ ഷീല എന്ന് എഴുതിയതിന്റെ പേരിലാണ് സാർ പുറത്താക്കിയത്. അവനപ്പോ ഹേമമാലിനി ഇഷ്ടമല്ലായിരുന്നായിരിക്കും. അല്ല ഇഷ്ടമല്ലാത്തോണ്ടല്ല, പിന്നെ അവൻ ഈ വെള്ളം കൂടി കുറവല്ലേ. ഷീലെന്ന് 2 അക്ഷരം എഴുതാനുള്ള മൂത്രം അവന്റെ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് അവനാ പഴയ കുസൃതിയൊന്നും പോയിട്ടില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ മക്കളെ? കല്യാണം കഴിച്ചേ. പക്ഷെ ഞാൻ അവളെ വീട്ടിൽ കൊണ്ട് വെച്ചേക്കും അവിടെ. അയ്യോ അത് ഭയങ്കര സംശയം. ഭയങ്കര സംശയം. കുടുംബം തകരുന്ന ഏറ്റവും വലിയ കാര്യമാണ് സംശയം. ക്യാൻസറിനെ കാട്ടി വലുതാ. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യ സംശയം. നിന്നെ എന്തിന്റെ പേരിലാണ് സംശയിച്ചത്? അല്ല അങ്ങനെ പെണ്ണുങ്ങളെ കൂടി സംശയമല്ല. പിന്നെ റോക്കറ്റ് കണ്ടുപിടിച്ച താര, മറ്റേ ആറ്റം ബോംബ് കണ്ടുപിടിച്ച താര, രാഷ്ട്രപതിയുടെ മാമന്റെ പേരെന്തുവാ, ഇതൊക്കെയാ ഇവിടെ സംശയം. അതൊക്കെ എനിക്കിത് വല്ല അറിയാം. ഞാൻ വീട്ടിൽ കൊണ്ട് വിട്ടു. പിന്നെ നല്ല കാര്യമല്ലേ അതൊക്കെ. മക്കൾ എത്ര പേരുണ്ട്? മക്കൾ ഒരാളുണ്ട്, ഇവിടെ പഠിക്കുന്നുണ്ട് 6ാം ക്ലാസ്സിൽ. ഇവിടെയോ? 6ാം ക്ലാസ്സിൽ ഇവിടെ പഠിക്കുന്നുണ്ട്. അമ്പാടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്പാടി. അങ്ങനെ വഴക്കുവാ. എന്താ ഇത്? വഴിക്ക് വരാൻ പറഞ്ഞു. നല്ല വഴിക്കലുള്ള സ്ഥലത്താണ് ഇനിയും വഴിക്കാം. ആ കുഞ്ഞിലത്തെ തമാശയൊന്നും വിട്ടു പോയിട്ടില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്പാടി എന്റെ മോനാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ നിന്നോട് പറയണ്ടെന്ന് വിചാരിച്ചാ. ഈ സ്കൂളിലെ ഏറ്റവും വലിയ ഉഴപ്പനാമനാണ് ഈ നിന്റെ മകൻ അമ്പാടി. ഒരൊറ്റ ടീച്ചർമാർക്ക് അവനെ കണ്ണെടുത്താ കണ്ടൂടാ. ഈ സ്കൂളിലെ ചീത്തപ്പേരാണ് അവൻ. അവൻ ഇവിടുന്ന് മാറ്റണമെന്ന് എത്രയോ പ്രാവശ്യം ഞാൻ PT വിളിച്ച് പറഞ്ഞാണ്. വൃത്തികെട്ടൊരു ചെറുക്കൻ. എന്തിനാണോ ഇങ്ങനെ ഒരു ചെറുക്കൻ? അങ്ങനെ പറയല്ലേ പക്ഷേ. ഞാൻ പറയും എന്റെ മോനല്ലേ അവൻ. പിന്നെ മോനാണെന്ന് പറഞ്ഞാലും അല്ലല്ലേ എന്റെ മോനല്ലേ അവനല്ലേ. അവൻ ഇനി ഇപ്പൊ എത്ര കുരുത്തക്കേട് കാണിച്ചാലും അങ്ങനെ അയ്യോ ഒരെണ്ണമുള്ള ഒരു ഒരക്കൊക്കെ തല്ലി വളർത്തരുത്, അതാ കുഴപ്പം. സത്യം പറഞ്ഞോണ്ടല്ലോ മാഷേ. ഏകദേശം ഒരു 2011 ഡിസംബർ 18-ാം തീയതി, അതാണ് എന്റെ അമ്പാടി ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പത്തെ വർഷം, ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവത്തിനെ ഗാനമേള നടക്കുക, ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിന്റെ. അപ്പൊ ഞാൻ ഈ ഗാനമേള കേൾക്കാൻ വേണ്ടി വീട്ടിന്റെ വെളിയിലോട്ട് അങ്ങ് ഇറങ്ങിയതും എവിടുന്നാന്ന് അറിയത്തില്ല, പെട്ടെന്നൊരു കോരിച്ചൊഴിയുന്ന മഴയും ഇടിമിന്നലും പേമാരിയും മഴയൊക്കെ. അപ്പൊ ഒരു കുട എടുക്കാൻ വേണ്ടിയിട്ടാ ഞാൻ വീട്ടിനകത്തേക്ക് അവന്റെ അമ്മയടുത്തോട്ട് കയറിയതേ. സാറും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ അവനെ ഇത്രയും കുറ്റം പറയുമ്പോൾ ഞാൻ ആലോചിച്ച് പോവുക, അന്ന് ആ മഴ എന്താണ് ഞങ്ങൾ ഗാനമേളയാക്കാൻ പോയാൽ മതിയായിരുന്നു.
പക്ഷെ ഉള്ളത് പറയാലോ, അവൻ മലയാളത്തിൽ ഭയങ്കര ഉഴപ്പാ കേട്ടോ. ഉഴപ്പാണോ? പിന്നെ കൊള്ളാം. ഞാനേ സാറേ ഒരിക്കൽ വാക്യത്തിൽ പ്രയോഗിക്കാനായിട്ട് ഞാനൊരു വാക്ക് കൊടുത്തു, മനപ്രയാസം. അവൻ എന്താ എഴുതിക്കൊണ്ട് വന്നേന്ന് അറിയാമോ? അല്ലല്ല, അത് ഞാനാ ചെയ്യിപ്പിച്ചേ. ഞാൻ എഴുതി കൊടുത്ത വീട്ടിൽ നിന്ന്. ആണോ? അവൻ അറിയാത്തോണ്ട് ഞാൻ എഴുതി. എന്നാ പിന്നെ രാജേന്ദ്രൻ എന്താ എഴുതി കൊടുത്ത അത് പറ. ഉണ്ണി നമ്പൂതിരിയുടെ മന ഒരു പ്രയാസവും ഇല്ലാതെ പൊളിച്ചു. എടോ ഇതിലെവിടെയാണോ പ്രയാസം? ഉണ്ണി നമ്പൂതിരിക്ക് മനപ്രയാസം. അതിനകത്ത് പ്രയാസം ഉണ്ടോ? ജോഡി പിന്നെ ഒരുത്തന്നെ മന പൊളിച്ചു കളയുമ്പോ പിന്നെ അവന് പ്രയാസം വരത്തില്ല. ഇതെന്തോ ഇത്? ചേട്ടാ മനപ്രയാസം എന്ന് എഴുതിയാൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഉണ്ണിയമ്പൂരെ കാറ്റ് വലിയ പ്രയാസമാണ് പൊളിക്കുക. അതെങ്ങനെ മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കൂ? അങ്ങനെ കൊളയ്ക്കും, ഞങ്ങളുടെ കൊളയ്ക്കുമല്ലേ. പണി 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 പണിയിലേക്ക് കിടക്കാം. പിന്നെ തടി കൂട്ടണോ? എന്തോ തടി കൂട്ടണോ? വേണ്ട വേണ്ട വേണ്ട, ഇത് കറക്റ്റ് തടിയാ. കാരണം ഇനി കൂട്ടിയാ കൊളസ്ട്രോൾ കയറും, അണയ്ക്കും സാർ നടക്കും. എന്റെ രാജേന്ദ്ര അതല്ല, തടി സാമാനങ്ങളൊക്കെ ഇത്രയും മതിയോ? ഇനി കൂട്ടി തരണമെന്നാ ചോദിച്ചത്. വേണ്ട വേണ്ട വേണ്ട, ഇത് മതി. ഇത് വെച്ച് ഞാൻ പിടിക്കുമല്ലേ? എന്നാ പണി അതൊക്കെ നന്നായിട്ട്. ആ തടി ഏതാ? അതെ അതിന്റെ കാലാണ് പ്രശ്നം. ഞാന് സാറേ ഷോ കാതലുള്ള തടിയാ കേട്ടോ ഇത്. ഇതോ? ഇത് കാതലുള്ള തടിയാ. അതെങ്ങനെ മനസ്സിലായി? ആരാണ്ട് കോമ്പസ് കൊണ്ട് ലൗച്ചിന്റെ അടിച്ച് വെച്ചേക്കുന്നുണ്ടോ? അത് സുഭാഷ്, 7D പഠിക്കുന്ന സുഭാഷ്. ആണോ? പിന്നെ അവൻ എവിടെ കണ്ടല്ലോ അവിടെ ലവ് ചിഹ്നം വരച്ചോളാം. അത് ശരി. എന്തൊരു പിള്ളേരാ ഇത്. അയ്യോ ജീവനുള്ള തടിയാ കേട്ടോ. അതെങ്ങനെ അറിയാം? കണ്ട ചോര വരുന്നു. എടോ ആണിയുള്ളതൊക്കെ ഒരു കൈയിട്ടടിച്ച് കഴിഞ്ഞാൽ ചോര വരും. അയ്യോ കയ്യിൽ തുള വീണ്. മാഷിനെ ചെറുതായിട്ട് കാണോ? അയ്യോ എനിക്ക് അമ്പലത്തിൽ പോലെ കൊത്തില്ല. അത് പുണ്യാഹം കയ്യിലൊഴിക്കുമ്പോ താഴെ കൂടെ പോകും. പൈസയുടെ കാര്യം നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, ഇത് എത്ര നാൾ കൊണ്ട് തീർക്കാൻ പറ്റും നമുക്ക്? ഞാൻ നോക്കട്ടെ. ഇതല്ലേ ഉള്ളൂ, ഇനി വേറെ ഉണ്ടോ? വേറെ ഉണ്ട്, വേറെ റൂമിൽ ഇരിപ്പുണ്ട്. ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാം കൂടെ ഒരു മാസത്തെ പണിയുണ്ടോ? ഒരു മാസത്തെ പണി. പക്ഷേ ഞാൻ ഒരു 6 മാസം കൊണ്ടേ തീർക്കുന്നുള്ളൂ. എങ്ങനെ? ഒരു മാസത്തെ പണി മൊത്തത്തിൽ ഉണ്ടാകും, ഒരു 6 മാസം കൊണ്ടേ ഞാൻ തീർക്കുന്നുള്ളൂ. അതെന്നാ പരിപാടിയായി പറയുന്നത്? വർത്താനം പറയാം. ഒരു മാസത്തെ പണിയല്ലേ ഉള്ളൂ. അതെ. പിന്നെ 6 മാസം കൊണ്ട് തീർക്കത്തുള്ളൂ എന്ന് പറയേണ്ട കാര്യം എന്താണ്? അങ്ങനെ എന്താണ് പറയേണ്ട കാര്യം എന്താണ്? അതിന്റെ കാരണം എന്താണ്? എന്താ കാരണം? എന്താ 6ാം ക്ലാസ്സിൽ ഒറ്റ വർഷം കൊണ്ട് ജയിക്കേണ്ട എന്നെ തോപ്പിച്ച് 3 വർഷം 6ാം ക്ലാസ്സിൽ സാറ് ഇരുത്തിയാ. അപ്പൊ അതുകൊണ്ട് ഈ 1 മാസം കൊണ്ട് തീരേണ്ട പണി 6 മാസം കൊണ്ടേ ഞാൻ തീർക്കുന്നുള്ളൂ. രാജേന്ദ്ര, ഇത് പഴയ സിനിമയില്